ചിങ്കം സാർ എന്തൊക്കെയുണ്ട്? ഈ ഗോൾഫ് കോഴ്സിലേക്ക് നിങ്ങൾ എങ്ങനെയാ എത്തിയത്? അപ്പൊ ഫുർഫുറി നഗറിലെ മോഷണമൊക്കെ കുറഞ്ഞു എന്നാ തോന്നുന്നേ, അല്ലേ സാറേ? മോട്ടുപത്രു നിങ്ങൾക്ക് അറിയില്ല, അടുത്ത മാസം ഇവിടെ ഗോൾഫ് കോമ്പറ്റീഷൻ ഉണ്ട്. ഫസ്റ്റ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത് 1,00,000 രൂപയാണ്. ഞാനും എന്റെ ഡാഡിയും ആ മത്സരത്തിൽ പങ്കുകൊള്ളാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരത മാതാവാണ് സത്യം. ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. പത്ലു, എങ്കിൽ പിന്നെ നമുക്കും ഗോൾഫ് കളിക്കാം. വരൂ. മോട്ടുപത്രു, ഈ ഗെയിം നിങ്ങൾക്കുള്ളതല്ല, പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ടീ തന്നോളൂ. എന്റെ അമ്മോ, എന്തത്? മോട്ടുപത്രു, ടീ എന്ന് ഉദ്ദേശിച്ചത് ഇതല്ല. ഗോൾഫ് ഗെയിമിൽ ടീ എന്ന് പറയുന്നത് ഇതാണ്. ഇതാ കണ്ടോളൂ. ഓട്ടോ, ആ ഗോൾഫ് സ്റ്റിക്കിനെ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് നല്ല ഫോഴ്സിൽ അടിക്കണം. ബോൾ അവിടെ പോയി വീഴണം. ആ കൊടി കാണുന്നില്ലേ, അവിടെ പോയി വീഴണം. മനസ്സിലായല്ലോ? ഒന്ന് മാറി നിൽക്കും ബബിൾഗം സാറേ, ഇപ്പൊ കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ കൊച്ചിലെ കളിച്ച് ശീലിച്ചതല്ലേ. പത്രു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ മൈ സൺ, എന്തു പറ്റി? ഓ, എന്റെ അമ്മേ, അയ്യോ. ഡാഡി, സൂക്ഷിച്ചു വേണം. എന്റെ അമ്മോ. ഡാഡി, നോക്കിട്ട് വേണം. എന്റെ അമ്മോ. ഡാഡി, സ്റ്റാച്ചു, ആരും അനങ്ങി പോകരുത്. ഇനി അനങ്ങിക്കോ. ഓക്കെ മോട്ടു, നീ വീണ്ടും അടിക്ക്. മോട്ടുവിന്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതാ ബുദ്ധി. പൊളിച്ചേ! എന്തൊരു ഷോട്ടാ നോക്കിയേ. നിന്നെ വെറുതെ വിടില്ല. സോറി, ഇപ്രാവശ്യം നോക്കിയോ. ഇപ്രാവശ്യം ഞാൻ അടിക്കാൻ പോകുന്ന ഷോട്ട് ഈ ലോകത്തിൽ ആരും തന്നെ അടിച്ചു കാണില്ല. അടിപൊളി ഷോട്ടായിരുന്നു മോട്ടു. പക്ഷെ കുറച്ചുകൂടി ഇംപ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ട്. ഇപ്രാവശ്യം സ്വയം പറന്നു പോകുന്നതിന് പകരം ബാളിനെ അടിച്ചു തെറിപ്പിക്കുക. ഇത് അവന്മാരുടെ സ്ഥിരം പരിപാടിയാ. ഇന്ന് ഞാൻ അവന്മാരെ വെറുതെ വിടില്ല. മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ. വേറെ എവിടെയെങ്കിലും പോയി കളിക്കേ, അല്ലെങ്കിൽ ശരിയാവില്ല. ഓഹോ, ഇത്രയും പോരുന്ന ഒരു അണ്ണാൻ കുഞ്ഞാണോ നമ്മളെ പേടിപ്പിക്കാൻ വരുന്നത്? ഞങ്ങളെ കുറിച്ച് നിനക്കറിയില്ല. നീ ഞങ്ങൾ എന്ത് ചെയ്യുന്ന? അതെ, അവിടെ നിൽക്കാനാ പറഞ്ഞത്. വേണ്ട മോട്ടു, മോട്ടു താഴെ
താഴേക്ക് ഇറങ്ങ്. വേറെ ബോളില്ലേ നിന്റെ കയ്യില്? ഇത് ബോളിന്റെ പ്രശ്നമല്ല, എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്റെ കൂടെ വരൂ. ഏയ് അണ്ണാൻ, സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ആ പന്ത് തിരിച്ചു തന്നോ, അത് എന്റെ പന്താണ്. ബോള് മര്യാദക്ക് തിരിച്ചു തന്നോ, ഇല്ലെങ്കിൽ പണി കിട്ടും. നീ ഭയങ്കര ധൈര്യശാലിയാണ് മോട്ടു. ഇവിടേക്ക് നീ വന്നു, ഇനി താഴേക്ക് എങ്ങനെ പോകും? എങ്ങനെ മുകളിലേക്ക് വന്നു അതുപോലെ തന്നെ താഴോട്ട് പോകും. ആ, ആ. ഒന്ന് താഴേക്ക് നോക്കിക്കേ. ഒരിക്കൽ കൂടി ഞാൻ പറയാം, മര്യാദയ്ക്ക് തിരിച്ചു പോ, ഇല്ലെങ്കിൽ ആ സ്റ്റിക്ക് കൊണ്ട് എന്നെ അടി കിട്ടും. എടാ ഞാനൂലെ, നീ എന്നെ വരട്ടുന്നോ? ദേ ഈ ഗോൾഫ് സ്റ്റിക്ക് എടുത്തിട്ട് എന്നെ ഒന്ന് തല്ല് കാണട്ടെ. കാണട്ടെ നിന്റെ അടി എങ്ങനെയുണ്ടെന്ന്. എടുക്ക് എടുക്ക് കാണട്ടെ. മമ്മി, ഈ ബദാം കഴിക്കൂ. മോട്ടു സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം. നീ കാറ്റ് ആൻഡ് മൗസ് കളി മര്യാദയ്ക്ക് നിർത്തിക്കോ. മോട്ടു അവിടെ നിക്ക്, മതിയാക്ക്. വേണ്ട മോട്ടു. എന്താ പറ്റേ? ഒരണ്ണാൻകുഞ്ഞിനെ കണ്ടിട്ടാണോ നീ ഇങ്ങനെ ഓടുന്നത്? നാണമില്ലേ നിനക്ക്? അണ്ണാൻകുഞ്ഞിനെ അല്ല, മേളിലുള്ളവനെ കണ്ട് പേടിച്ചോടുവാ ഞാൻ. മുകളിലുള്ളവനെ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നേ? അദ്ദേഹം ദയാലുവാണ്, കൃപാലുവാണ്. പത്തലു മോളിൽ നോക്കിയിട്ട് പറ, അവൻ ദയാലുവാണോ അല്ല കൃപാലുവാണോ എന്നൊക്കെ. ഇതെന്തൊരു പുതിയ പൊല്ലാപ്പാണ്. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. അവനിപ്പോ ഒരു സത്യവും കേൾക്കാനുള്ള മൂഡിലല്ല. ഓടിക്കോ. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഇങ്ങനെ പോയാൽ നമ്മള് ഗോൾഫ് ആയിരിക്കില്ല കളിക്കുന്നത്. ഐഡിയ. വാ, ആദ്യം പോയ അണ്ണാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം, എന്നിട്ട് കളിക്കാം. കടല. Stop! Stop in the name of law! എന്റെ അമ്മോ! എന്റെ അമ്മോ, എന്റെ മുതുക് വളഞ്ഞല്ലോ. എന്റെ കാര്യം എങ്ങനെയും സഹിക്കാം, പക്ഷെ എന്റെ മുതുകത്ത് മുഴുവൻ മുള്ള. നിനക്ക് കാണാൻ പറ്റുന്നില്ലേടേ? ഇതെങ്ങനെ എടുത്തു കളയും? അയ്യോ! പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക് എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. സമൂസ. എതിരാളി എത്ര ശക്തിശാലിയാണെങ്കിലും സമൂസയാണ് അതിനുള്ള പരിഹാരം. എടുത്തോ. പ്ലീസ്, നിങ്ങൾ ജയിച്ചിരിക്കുന്നു, ഞാൻ തോറ്റുപോയി.
നിങ്ങൾ എത്ര ശക്തന്മാരാണ്. സമൂസ കഴിച്ചാൽ നിങ്ങൾ ഇതിനേക്കാൾ ശക്തന്മാരായി തീരും. എന്നോട് ക്ഷമിക്കൂ പ്ലീസ്. എന്നോട് ക്ഷമിക്കില്ലേ? കണ്ടില്ലേ ചെകുത്താൻ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? ചെകുത്താനോ? എവിടെ ചെകുത്താൻ? എനിക്ക് ചെകുത്താനെ ഭയങ്കര പേടിയാ. ഇത് വെറും പഴഞ്ചൊല്ല, പേടിക്കണ്ട. മര്യാദക്ക് അവിടുന്ന് മാറിക്കോ, ഇല്ലെങ്കിൽ നിന്നെയും ചേർത്ത് എനിക്ക് അടിക്കേണ്ടി വരും. ബൈ ബൈ. പിന്നെ ഒരിക്കലും കാണില്ല. ഹാപ്പി ജേണി വീരന്മാരെ. അല്ല, ഇപ്പൊ എന്തിനാ ഹാപ്പി ജേണി പറയുന്നത്? മോട്ടു, ഒരു മിനിറ്റ് നിക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.